Hello everyone, welcome back to our channel Blooming Buds. നമുക്ക് 4th സ്റ്റാൻഡേർഡിലെ EVSലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. First activity, different types of plants. Vinu and friends are preparing a magazine on different types of plants. Color the bubble inside the picture based on their habitat. Use red color for xerophytes and blue color for aquatic plants. വിനുവും ഫ്രണ്ട്സും ചേർന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന പേരിൽ ഒരു മാഗസിൻ തയ്യാറാക്കുന്നുണ്ട്. താഴെ ആ ഒരു പ്ലാന്റ്സിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ അവയുടെ ഹാബിറ്റേറ്റിനനുസരിച്ച് ഏതാണോ സിറോഫൈറ്റ്സ് അതുപോലെ ഏതാണോ അക്വാട്ടിക് പ്ലാന്റ്സ് എന്നതിനനുസരിച്ച് നിറം നൽകണം. സിറോഫൈറ്റ്സിന് റെഡ് കളറും അക്വാട്ടിക് പ്ലാന്റ്സിന് ബ്ലൂ കളറും നൽകണം. സിറോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ഡെസേർട്ട് പ്ലാന്റ്സ് ആണ് അല്ലേ, മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചെടികളെയാണ് സിറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് അക്വാട്ടിക് പ്ലാന്റ്സ്. അപ്പോൾ നോക്കൂ മക്കളെ, സിറോഫൈറ്റ്സ് എന്ന ചെടികളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ഇലകളോ മുള്ളുകളോട് കൂടിയ ഇലകളോ ഉള്ള ചെടികളായിരിക്കും സിറോഫൈറ്റ്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ, ചെറിയ ഇലയാണല്ലേ, ആ ഇലയിൽ മുള്ളുകളും ഉണ്ട്. അപ്പൊ അതെന്താണ്? സിറോഫൈറ്റ്സ് ആണ്, ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ റെഡ് കളർ നൽകാം. നെക്സ്റ്റ് പിക്ചർ നോക്കൂ, ആ ഒരു വാട്ടർ ലില്ലി എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ടല്ലേ, എന്തിലുണ്ടാകുന്ന പ്ലാന്റ് ആണത്? വെള്ളത്തിലുണ്ടാകുന്ന പ്ലാന്റ് ആണ്, അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്കതിന് എന്ത് കളറാണ് നൽകാൻ പറഞ്ഞിരിക്കുന്നത്? ബ്ലൂ കളർ അല്ലെ, ബ്ലൂ കളർ നൽകാം. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സിറോഫൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ റെഡ് കളർ നൽകാം. നെക്സ്റ്റ് പിക്ചർ നോക്കൂ, അതെന്താണ്? അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവിടെ ബ്ലൂ കളർ നൽകാം. നെക്സ്റ്റ് പിക്ചർ സിറോഫൈറ്റ്സ് ആണ്, സിറോഫൈറ്റ്സിന് റെഡ് കളർ. ആൻഡ് ലാസ്റ്റ് വൺ, അതും എന്താണ്? അക്വാട്ടിക് പ്ലാന്റ് ആണ്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിന് ബ്ലൂ കളർ നൽകാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 1ൽ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് suitable ഫോർ മൂവിങ് ഇൻ വാട്ടർ. From the terms given below, select the correct option related to movement of fish in water. മീനുകൾക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ശരീരാകൃതിയാണ് ഉള്ളത്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മീനിന് വെള്ളത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്ന പ്രത്യേകതകൾ ഏതാണോ അത് സെലക്ട് ചെയ്ത് എഴുതാൻ ആ താഴെ തന്നിരിക്കുന്ന കോളത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് തന്നത് നോക്കൂ. ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ. മീനിന്റെ ശരീരത്തിന്റെ ആകൃതി, വാല്, അതുപോലെ ചിറകുകൾ എന്നിവ മീനിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നു. ഗിൽസ്, കളർ. അവയുടെ ഗിൽസും കളറും മൂവ്മെന്റിന് സഹായിക്കുന്നു എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ സീ വാട്ടർ, റിവർ വാട്ടർ. കടൽ വെള്ളത്തിലും പുഴയിലെ വെള്ളത്തിലും നീന്താൻ സഹായിക്കുന്നു. സ്ലിപ്പറി ബോഡി, ഫിൻസ്. അവയുടെ വഴുപ്പുള്ള ശരീരവും ഫിൻസുമാണ് സഹായിക്കുന്നത്. ഇതിലെ ഓപ്ഷൻസ് നോക്കൂ. 1 ഓൺലി, 1 ആൻഡ് 4, 2 ആൻഡ് 3, 4 ഓൺലി. അപ്പോൾ കൂട്ടുകാരെ, വെള്ളത്തിൽ മീനിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ ഫിൻ, അതുപോലെ സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഇതെല്ലാം ഫിഷിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1 ആൻഡ് 4. അതാണ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ദി ബോക്സ് ഗിവൺ ബിലോ. ഒറ്റപ്പെട്ടവയെ തെരഞ്ഞെടുത്ത് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എഴുതുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. ഫോറസ്റ്റ്, പോണ്ട്, സീ, ഡെസേർട്ട്. മക്കളെ, എക്കോസിസ്റ്റം 2 ടൈപ്സ് ഉണ്ട് അല്ലേ. ലാർജസ്റ്റ് എക്കോസിസ്റ്റം, സ്മാളസ്റ്റ് എക്കോസിസ്റ്റം. അതിൽ ഫോറസ്റ്റ്, സീ, ഡെസേർട്ട് എന്നിവ ലാർജസ്റ്റ് എക്കോസിസ്റ്റം ആണ്. പോണ്ട് എന്ന് പറയുന്നത് സ്മോൾ എക്കോസിസ്റ്റം ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പോണ്ട്. ഇനി ആക്ടിവിറ്റി 1ൽ തന്നെ വരുന്ന സി ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശരിയായിട്ടുള്ള സ്ലോഗൻ ഇതിലെ ഏതാണ്? സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദി വൈൽഡ് ലൈഫ്. പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. An ecosystem is a combination of living and non-living components. There are natural and man-made ecosystems. ഇതിൽ suitable ആയിട്ടുള്ള സ്ലോഗൻ വരുന്നത് പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 1ൽ വരുന്ന ബി ക്വസ്റ്റ്യൻ നോക്കാം.
Different organisms have body features that help them to survive in their specific environment. Note down the features of the following animals that enable them to live in their specific environment. അതായത് ഓരോ ജീവികൾക്കും അവരുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നതിനുള്ള ശാരീരികമായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നോക്കി അതിലെ ജീവികൾക്ക് അവയുടെ ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നതിന് വേണ്ടി എന്ത് ശാരീരികമായ പ്രത്യേകതയാണ് ഉള്ളത് എന്ന് എഴുതാം. ഫസ്റ്റ് ഓർഗാനിസം ഏതാണ്? ക്യാമൽ. ക്യാമലിന്റെ ഫീച്ചേഴ്സ്, അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് നോക്കൂ. ലോങ് ലെഗ്സ് പ്രൊട്ടക്ട് ബോഡി ഫ്രം ദി ഹീറ്റ്. നല്ല നീളമേറിയ കാലുകൾ ചൂടിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നു. നെക്സ്റ്റ് വൺ, ദ ഫാറ്റ് ഇൻ ഹം ഹെൽപ്സ് ടു ലിവ് ഇൻ ഡെസേർട്ട് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. അവയുടെ മുതുകിലുള്ള ആ ഹമ്പിലെ കൊഴുപ്പ് മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ തന്നെ അവയെ ജീവിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഓർഗാനിസം ഫിഷ്. ഫിഷിന്റെ അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ്, ബോട്ട് ഷേപ്പ് ബോഡി ഹെൽപ്സ് ടു മൂവ് ഇൻ വാട്ടർ. ബോട്ട് പോലെയുള്ള ശരീരാകൃതി അവയെ വെള്ളത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഗിൽസ് ഹെൽപ്സ് ടു ബ്രീത്ത് ഇൻ വാട്ടർ. അവയുടെ ഗിൽസ് ആണ് വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദി സിറ്റുവേഷൻസ് ഇൻ ദി ഫോളോയിങ് പിക്ചേഴ്സ്. ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദി ഹാർംഫുൾ എഫക്ട് ഓഫ് ഡെമോളിഷൻ ഓഫ് ഹിൽസ് ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. എന്താണ്? ഒന്ന് കുന്ന് നികത്തുന്നതാണല്ലേ, പിന്നെ മറ്റൊന്ന് വയലുകൾ നികത്തുന്നതുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുന്നുകൾ ഇടിച്ചു നികത്തുന്നതിനെയും അതുപോലെ വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിന്റെയും ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഈ ഒരു കോളത്തിൽ പൂരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. കുന്നുകൾ നിരത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ. ആനിമൽസ് ലോസ്റ്റ് ദെയർ ഹാബിറ്റേറ്റ്സ്. ജീവികൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. നാച്ചുറൽ കലാമിറ്റീസ് ഇൻക്രീസ്ഡ്. പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, വയലുകൾ നികത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നു. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഫ്ലൂഡ്സ്. അതായത് വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കൂടുന്നു. ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. ഭൂമിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കംപ്ലീറ്റ് ദി ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ എന്ന് വെച്ചാൽ മണ്ണ് മലിനീകരണം. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കോളമായി തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണത്തിന് കാരണങ്ങൾ, അതുപോലെ ഓർഗാനിസംസ് എഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ. മണ്ണ് മലിനീകരണം ഏതൊക്കെ ജീവികളെയാണ് ബാധിക്കുന്നത്, അതുപോലെ കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം. സോയിൽ പൊല്യൂഷൻ മൂലം എക്കോസിസ്റ്റത്തിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെ? ആദ്യം നമുക്ക് റീസൺസ് നോക്കാം. ഇതിൽ തന്നിട്ടുണ്ട് അല്ലെ, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. മറ്റു റീസൺസ് നോക്കൂ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വ്യവസായങ്ങളിൽ നിന്നുമുള്ള മാലിന്യം. പ്ലാസ്റ്റിക് വേസ്റ്റ്. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം. നെക്സ്റ്റ് കോളത്തിൽ വരുന്നത് ഓർഗാനിസംസ് എഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ. മണ്ണ് മലിനീകരണം ഏതൊക്കെ ജീവികളെയാണ് ബാധിക്കുന്നത്? ഇതിൽ ഒരു ഇത് തന്നിട്ടുണ്ട്, എർത്തുവാം. എർത്തുവാം എന്ന് വെച്ചാൽ മണ്ണിര. പിന്നെ ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ പ്രാണികൾ, ബാക്ടീരിയ, അതുപോലെ മറ്റു അനിമൽസിനെയും സോയിൽ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോളത്തിൽ മണ്ണ് മലിനീകരണം മൂലമുണ്ടാകുന്ന കോൺസിക്വൻസസ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റിങ്ഷൻ ഓഫ് വാരിയസ് ഓർഗാനിസംസ്, അതായത് പലതരത്തിലുള്ള ജീവികളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നു. പ്ലാന്റ്സ് ക്യാൻ നോട്ട് ഗ്രോ വെൽ, ചെടികളൊന്നും നന്നായി വളരില്ല. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ വിൽ ലോസ്റ്റ്, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നു. ദ എക്കോസിസ്റ്റം വിൽ ലോസ് ഇറ്റ് ബാലൻസ്, മണ്ണിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. അപ്പോൾ കൂട്ടുകാരെ, പൊല്യൂഷൻ എന്ന ആ ഒരു പാർട്ടിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. ഇവിടെ നമ്മൾ സോയിൽ പൊല്യൂഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന യൂണിറ്റിന്റെ ഒരു സമ്മറി നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ നോട്ട്സും, ഈ ഒരു യൂണിറ്റിലെ എല്ലാ നോട്ട്സും ആ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം ശ്രദ്ധിച്ച് ഏത് തരത്തിലുള്ള പൊല്യൂഷൻ ആണ് അത് എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഫാക്ടറിയിൽ നിന്നുമുള്ള പുകയാണല്ലേ പോകുന്നത്, അപ്പോൾ അത് എയർ പൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് പിക്ചറിൽ തന്നിരിക്കുന്നത് വാട്ടർ പൊല്യൂഷൻ. ആക്ടിവിറ്റി 3,
independent India. Foreigners first came to India to buy spices like cardamom and pepper and textile like silk and cotton. ഫോറിനേഴ്സ് ആദ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത് എന്തിനാണ്? കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അവർ നമ്മുടെ രാജ്യത്ത് നിന്നും കാഡ്മം, അതായത് ഗ്രാമ്പു, അതുപോലെ കുരുമുളക്, തുണിത്തരങ്ങളായ സിൽക്ക്, കോട്ടൺ എന്നിവ വാങ്ങുന്നതിന് വേണ്ടിയാണ്. ഗ്രാജുവലി ദേ സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രീസ് ആഫ്റ്റർ റിസീവിംഗ് പ്രിവിലേജ് ഫ്രം ദ ലോക്കൽ റൂളേഴ്സ്. പതിയെ പതിയെ നമ്മുടെ നാട്ടിലെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും അവർ ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും നമ്മുടെ നാട്ടിൽ ചില സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. Various regions of India were ruled by local rulers. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ഇന്ത്യയിലെ തന്നെ വിവിധ നാട്ടുരാജാക്കന്മാർ ആയിരുന്നു. They fought with each other and it made matters easier for the British. നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരസ്പരമുണ്ടായിരുന്ന പോര് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. Gradually, agriculture, trade and the kings came under the control of the foreigners. അങ്ങനെ പതിയെ പതിയെ ഫോറിനേഴ്സിന്റെ കീഴിലായി നമ്മുടെ കൃഷിയും വ്യാപാരവും രാജാക്കന്മാരും എല്ലാം. യൂസിങ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് cannons and guns and warfare tactics, they subdued the natives and the local rulers. പീരങ്കി, തോക്ക് തുടങ്ങിയവ ഉപയോഗിച്ചും പുതിയ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചും ഈ ഫോറിനേഴ്സിന്റെ അധീനതയിലേക്ക് നമ്മുടെ നാട്ടുരാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു. ഓവർ ടൈം ദി ബ്രിട്ടീഷ് ഗെയിൻഡ് കൺട്രോൾ ഓവർ ആൾ പാർട്സ് ഓഫ് ഇന്ത്യ. അങ്ങനെ കാലങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ അധികാരവും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഫോർ ദി നെക്സ്റ്റ് 200 years ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ. പിന്നീടുള്ള 200 വർഷക്കാലത്തോളം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു നമ്മുടെ ഇന്ത്യ. റീഡ് ദി നോട്ട് എബോ ആൻഡ് ആൻസർ ദി ഫോളോയിങ്. മുകളിൽ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഫോർ വൺ, ടു ഹാവ് ട്രേഡ് വിത്ത് ലോക്കൽ റൂളേഴ്സ്, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്, ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ്. ഫോറിനേഴ്സിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദി ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ അവരുടെ കൺട്രോളിൽ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? അതിന്റെ ആൻസർ ഇതാണ്. The rulers of different provinces in India considered each other as enemies and it made matters easier for the British. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ ശത്രുതയിലായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരെ കാര്യങ്ങൾ എളുപ്പമാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ ഇന്ത്യ എത്ര കാലത്തോളം ഉണ്ടായിരുന്നു? എ സെഞ്ചുറി, ബി 2 centuries, 3 centuries, ഡി എ സെഞ്ചുറി ആൻഡ് എ ഹാഫ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 centuries. ആക്ടിവിറ്റി ഫോർ ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. The Salt Satyagraha and the Quit India movement are the greatest struggles in the history of India's freedom struggle. Prepare notes on these two freedom struggles. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള മഹത്തരമായിട്ടുള്ള രണ്ട് സമരങ്ങളാണ് സോൾട്ട് സത്യാഗ്രഹയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും. ഇവയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോൾട്ട് സത്യാഗ്രഹ ആദ്യം നോക്കാം. ദി ബ്രിട്ടീഷ് ഡിക്ലെയർ ടാക്സ് ഓൺ ഇന്ത്യൻസ് ഫോർ സോൾട്ട് എക്സ്ട്രാക്ഷൻ. ഇന്ത്യക്കാർ ഉപ്പ് വേർതിരിച്ചെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ ടാക്സ് ചുമത്തി. ദി പീപ്പിൾ വിത്തൗട്ട് പേയിങ് ടാക്സ് വേർ ഇംപ്രിസൺഡ്. ടാക്സ് അടയ്ക്കാത്ത ഇന്ത്യക്കാരെല്ലാം തടങ്കിൽ അടയ്ക്കപ്പെട്ടു. ഗാന്ധിജി ലെഡ് ദി സത്യാഗ്രഹ അഗെയിൻസ്റ്റ് സോൾട്ട് ലോ. ഉപ്പ് നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹം നയിച്ചു. The Salt Satyagraha started on March 12, 1930 from Sabarmati Ashram in Gujarat. സോൾട്ട് സത്യാഗ്രഹ തുടങ്ങിയത് 1930 മാർച്ച് 12 ഗുജറാത്തിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നുമാണ്. ഗാന്ധിജി വയലേറ്റഡ് ദി സോൾട്ട് ലോ. അങ്ങനെ ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ എക്സെട്ര വർ ലെഡ് ദി മൂവ്മെന്റ്. ഗാന്ധിജിയും നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും തുടങ്ങിയവരാണ് ഈ ഒരു മൂവ്മെന്റിനെ നയിച്ചത്. ഗാന്ധിജി ആസ്ക്ഡ് ദി ബ്രിട്ടീഷ് ടു ലീവ് ഇന്ത്യ ആൻഡ് ഗിവ് ഫ്രീഡം ടു ഇന്ത്യൻസ്.
ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാനും ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നൽകാനും ആവശ്യപ്പെട്ടു. ഗാന്ധിജി ഇൻട്രൊഡ്യൂസ്ഡ് ദി സ്ലോഗൻ ഡു ഓർ ഡൈ. ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് വേണ്ടിയാണ്. On 8 August 1942, Quit India resolution was presented at Bombay Conference of the Indian National Congress. ക്വിറ്റ് ഇന്ത്യ എന്ന ഒരു പ്രമേയം നടന്നത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസിലാണ്. ദി മൂവ്മെന്റ് വാസ് എ ബിഗ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു നീക്കമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഫ്രണ്ടിയർ ഓഫ് ഗാന്ധി? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, കെ കേളപ്പൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. അതിലെ ആൻസർ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 4th സ്റ്റാൻഡേർഡിലെ EVS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന യൂണിറ്റിന്റെ സമ്മറി നോട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്